ഇപ്പോൾ അവിടുത്തെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എനിക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാമ്പിളുകൾ ശേഖരിക്കുകയാണ് എന്നാണ്. NIA ഫോറൻസിക് സംഘങ്ങൾ ഉൾപ്പെടെ പ്രദേശത്തുണ്ട്. അപ്പം ഈ സജു വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട്. സജു, ഇപ്പോൾ അവിടെ ഇപ്പൊ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്ന അവിടുത്തെ സാമ്പിളുകൾ ശേഖരിക്കുന്ന കാര്യം തന്നെയാണോ, അതോ അവിടെ ഒക്കെ വൃത്തിയാക്കുകയോ മറ്റോ ചെയ്യുകയാണോ? എന്താണ് കാണുന്നത്? അനീഷ, സാമ്പിളുകൾ ശേഖരിക്കുകയല്ല, അതായത് ഈ സ്ഫോടനം നടന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള ചില പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്നും ഈ സിഗ്നൽ എത്ര ദൂരം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയും അളവുകളടക്കം ഇപ്പോൾ ഈ അന്വേഷണ സംഘം എടുക്കുകയാണ്. അത് NIA-യുടെ ഉദ്യോഗസ്ഥരാണ് എന്നാണ്. നമുക്ക് ക്യാമറ കുറച്ചും കൂടെ സൂം ചെയ്യാമെന്ന് തോന്നുന്നു. അത് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് NIA ഉദ്യോഗസ്ഥരാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ജാക്കറ്റിൽ NIA ഉദ്യോഗസ്ഥരാണെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, അത് ഫോറൻസിക്കിന്റെ ഉദ്യോഗസ്ഥരാണ്, NIA ഉദ്യോഗസ്ഥരല്ല. എന്തായാലും ഫോറൻസിക് വിദഗ്ധർ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഇപ്പോഴും നടത്തി വരികയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടത് ഈ അന്വേഷണ സംഘങ്ങൾ തന്നെയാണ്. രാവിലെ തന്നെ ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ പരിശോധന ആരംഭിച്ചിരുന്നു. പോലീസ് മേധാവിമാരുണ്ട്, അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരിലെ വിദഗ്ധരുണ്ട്. അവരൊക്കെയും രാവിലെ തന്നെ ചില അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ മാത്രമാണ് രാവിലെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടത് ഈ അന്വേഷണ സംഘങ്ങൾ തന്നെയാണ്. അതിൽ വ്യക്തത വരുത്തേണ്ടതും അന്വേഷണ സംഘങ്ങൾ തന്നെയാണ്. അതിൽ എന്തായാലും കൃത്യമായിട്ടുള്ള ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പോൾ വ്യക്തത വരുത്തേണ്ടത്. ആ വ്യക്തത ലഭിച്ചാൽ ഉടനാണ് നമുക്കൊരു അനുമാനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ ചില വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഫോറൻസിക് വിദഗ്ധർ ഇന്നലെ ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു സ്ഫോടനം ഉണ്ടായ ഉടൻ തന്നെ ഇവിടേക്ക് എത്തുകയും ഈ സാമ്പിളടക്കം ശേഖരിച്ച് പരിശോധനയൊക്കെയും ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോൾ 12 മണിക്കൂർ പിന്നിടുമ്പോഴും ഇവിടെ നിന്നുള്ള ചില സാമ്പിളുകളോടൊപ്പം തന്നെ ഈ ദൂരമടക്കം അളന്നുകൊണ്ടുള്ള ചില പരിശോധനകളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സ്ഫോടനം ഉണ്ടായ വാഹനവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മറ്റ് പരിസരം തമ്മിലുള്ള ദൂരമടക്കം അടക്കുകയാണ്. അത്തരത്തിലുള്ള കൂടുതൽ തെളിവുകൾക്ക് വേണ്ടിയുള്ള ചില സാഹചര്യ തെളിവുകൾക്ക് വേണ്ടിയുള്ള മറ്റു ചില കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അവരുടെ പക്കൽ ചില അതായത് ഈ ദൂരമടക്കം അവർ എഴുതുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് അന്വേഷണ സംഘങ്ങളാണ് വെളിപ്പെടുത്തേണ്ടത്. പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങളുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഉദ്യോഗസ്ഥരുടെ തൊട്ട് പിന്നിലായിട്ട് ആ ഒരു പോസ്റ്റിൽ 2 CCTV ക്യാമറകളുണ്ട്. ഈ CCTV ക്യാമറകൾ അടക്കം ഈ അപകടമുണ്ടായതിന്റെ ദൃശ്യങ്ങളുണ്ട്. അതായത് ഈ സിഗ്നൽ ഉള്ള അതായത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സിഗ്നൽ ഉള്ള പോസ്റ്റിലും അതോടൊപ്പം തന്നെ അതിന് മുന്നിലുള്ള പോസ്റ്റിലും 4 CCTV ക്യാമറകളാണുള്ളത്. അപ്പോൾ ഈ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനം വരുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്, വാഹനം ഇവിടേക്ക് ആദ്യം എത്തുന്നതിന് ദൃശ്യങ്ങളുണ്ട്, പാർക്ക് ചെയ്യാൻ പോകുന്നതിന് ദൃശ്യങ്ങളുണ്ട്, അതിനുശേഷം പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഈ വാഹനം പുറത്തേക്ക് വരുന്നതിന് ദൃശ്യങ്ങളുണ്ട്, അപ്പോൾ ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നതിന് ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്തായാലും അന്വേഷണ സംഘങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തും. വരും മണിക്കൂറുകളിൽ ഈ ആക്രമണം അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണത്തിന്റെ പദ്ധതി തന്നെ ആയിരുന്നോ എന്നുള്ള ചില സൂചനകൾ മാത്രമാണ് നിലവിലെ അന്വേഷണ സംഘങ്ങൾ അല്ലെങ്കിൽ അന്വേഷണ സംഘ വൃത്തങ്ങൾ പുറത്തുവിടുന്നത്. അത് കൃത്യമായിട്ട് വെളിപ്പെടുത്തേണ്ടത് അന്വേഷണ സംഘങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് UAP അടക്കം ചുമത്തിയ സാഹചര്യത്തിൽ NIA അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയ സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും സംഘങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ഭീകരവാദ സംഘടനകൾക്കോ സംഘങ്ങൾക്കോ ബന്ധമുണ്ടോ എന്നുള്ളതടക്കം വ്യക്തത വരും മണിക്കൂറുകൾ ലഭ്യമാകും. എന്തായാലും രാജ്യ തലസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ നടക്കിയ 10 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ 8 പേർ കൊല്ലപ്പെട്ട സംഭവമായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് ഇനി വരും മണിക്കൂറുകൾ ലഭിക്കേണ്ടത്. കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ സ്ഥലത്തേക്ക് അതായത് ഇതിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളൊക്കെയും വെള്ള തുണി കൊണ്ട് മൂടുകയാണ്. അതായത് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ള ഒരു 50 മീറ്റർ പരിധി മുഴുവൻ ഇപ്പോൾ ഈ വെള്ള തുണി കൊണ്ട് മൂടുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ഇതിന് ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ ഈ ഫോറൻസിക്കിന്റെ അതോടൊപ്പം തന്നെ NIA-യുടെ ഒക്കെ ഉദ്യോഗസ്ഥർ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ വലിയ സുരക്ഷാ മേഖലയായി ഇപ്പോൾ ഇത് മാറിയിരിക്കുകയാണ്. NIA-യുടെ അതോടൊപ്പം
അതോടൊപ്പം തന്നെ UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്ത സാഹചര്യത്തിൽ കൂടുതൽ സാഹചര്യ തെളിവുകളും അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമാണ് ഇപ്പോൾ നടക്കേണ്ടത്. വലിയൊരു ആക്രമണത്തിന് ഇവർ പദ്ധതി ഇട്ടുന്നുള്ള ചില വിവരങ്ങളൊക്കെയും പുറത്തു വന്ന സാഹചര്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇവർ എവിടെ നിന്ന് എത്തിയവരാണ്, അല്ലെങ്കിൽ ഈ വാഹനം എവിടെ നിന്നാണ് ഇവിടേക്ക് കടന്നു വന്നത് എന്നുള്ളവർക്കും കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു വ്യക്തത വരുത്താൻ അന്വേഷണ സംഘം അന്വേഷണം നടത്തുകയാണ്. അതിൽ അല്പസമയത്തിനകം കൂടുതൽ വ്യക്തതയോടുകൂടിയുള്ള ചില വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനാവുന്നത്.